കോട്ടയം മണിമലയിൽ വീടിന് തീപിടിച്ച് വീട്ടമ്മ മരിച്ചു. കിടപ്പുരോഗിയായ പാറവിളയിൽ 70-കാരി രാജമ്മയാണ് മരിച്ചത്. ഭർത്താവും മകനും പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സ തേടി. അപകടത്തിൽ മകന്റെ ഭാര്യയും 2 കുട്ടികളും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പുലർച്ചെ 12:30യോടെയായിരുന്നു അപകടം. വീടിന്റെ താഴ്ത്ത നിലയിൽ നിന്നും തീ ആളിപ്പടരുകയായിരുന്നു. 2ാം നിലയിലേക്കും തീ പടർന്നു. കിടപ്പുരോഗിയായ രാജത്തിന് ഗുരുതരമായി പൊള്ളലേറ്റു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത്. പരിക്കേറ്റ രാജത്തിന്റെ ഭർത്താവ് സെൽവരാജ്, മകൻ വിനീഷ് എന്നിവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രക്ഷാപ്രവർത്തനത്തിനെത്തിയ നാട്ടുകാരുടെ സഹായത്തോടെ താഴേക്ക് ചാടിയ വിനീഷിന്റെ ഭാര്യയും 2 മക്കളും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പുക ശ്വസിച്ച് ഇവർക്കും ശാരീരിക അവശതകളുണ്ടായി. പിള്ളേരെ ഇവിടെ ഇറക്കുന്നത് ഞാൻ ചാടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കൂടെ പോയി പുറത്തെ കഥ തുറന്നാണ് പിന്നെ പപ്പായ വെളിയിലെടുക്കുന്നത്. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് അമ്മയെ കിട്ടുന്നത്. അമ്മയെ സംബന്ധിച്ച് അമ്മയ്ക്ക് അനക്കവേ ഇല്ലായിരുന്നു, തുടക്കത്തിലെ വെളിയില്ലായിരുന്നു. ഞങ്ങൾ മേളിൽ നിന്നാലും പെട്ടെന്ന് ചില്ലൊക്കെ പൊട്ടി 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 തെറിക്കുക. പിള്ളേരും കരച്ച് ഞങ്ങൾ ഇറങ്ങത്തില്ല, ഞങ്ങൾ ഇവിടെ നിന്നോളാന്ന് പറഞ്ഞു. പിന്നെ ആൾക്കാരെല്ലാം പറഞ്ഞ് ഇല്ല പറ്റത്തില്ല, പതിയെ ഇറങ്ങിക്കുക, ഞങ്ങൾ പിടിച്ചോളാന്ന് പറഞ്ഞു. പിന്നെ മൂത്തവനെ പിടിച്ച് ഞാൻ താഴെ ഇട്ട് കൊടുത്തു. അവൻ പിടിച്ചല്ലോ, പിന്നെ ഇവളെയും കൂടെ പിടിച്ച് ഞാൻ താഴോട്ട് ഇട്ട് കൊടുത്തു. ഞാനും എൻ്റെ അടുത്തും ചാടാൻ പറഞ്ഞു. എല്ലാവരും കൂടി ചേർന്ന് എന്നെ പിടിച്ചു. വീട്ടിലേക്ക് ഫയർ എഞ്ചിൻ എത്താൻ വഴിയില്ലാത്തത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി. നാട്ടുകാർ ചേർന്ന് കിണറ്റിൽ നിന്നും വെള്ളം കോരിയൊഴിച്ചാണ് തീ അണച്ചത്. ഫയർഫോഴ്സിന്റെ വണ്ടി കൊണ്ട് കയറി വരാനായിട്ട് സാധിച്ചില്ല. കാരണം ഇവിടെ റോഡിന് വീതി കുറവ്, രണ്ടാമത് ഇവിടെ ഒരു നല്ലൊരു കയറ്റമുണ്ട്. ടാപ്പിൽ നിന്നും കിണറ്റിൽ നിന്നും കൂടെ വെള്ളം കോരി ഒഴിച്ചാണ് തീ കെടുത്തിയത്. ആദ്യം അച്ഛനെ അടുക്കളയിൽ വന്ന് കിടപ്പുണ്ടായിരുന്നു, ബോധമില്ലാതെ കിടക്കുമായിരുന്നു. പുള്ളിയെ രക്ഷിച്ച് പുറത്തിറക്കി. അമ്മയെ അതെല്ലാം തീ മൊത്തം കെടുത്തിയിട്ടാണ് റൂമിലേക്ക് എടുത്തുകൊണ്ട് പുറത്തിറക്കി. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഫയർഫോഴ്സും വൈദ്യുതി വകുപ്പും മണിമല പോലീസും ചേർന്ന് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, കോട്ടയം.